നമ്മുടെ നാട്ടിലെ ഒരു സാധാരണക്കാരന് ലഭിക്കുന്ന 125 ദിവസത്തെ ജോലിയുടെ ഉറപ്പ് ലോകരാജ്യങ്ങൾക്ക് ഒരു വലിയ പാഠപുസ്തകമായിട്ട് മാറുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? നമസ്കാരം. ഗ്ലോബൽ ടോക്സ് വിത്ത് അവിയുടെ അവസാന ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇതുവരെ പദ്ധതിയുടെ മാറ്റത്തെ പറ്റിയിട്ടും അതുപോലെ സാമ്പത്തിക വശങ്ങളെ പറ്റിയിട്ടും ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ പദ്ധതിയെ ലോകം എങ്ങനെ കാണുന്നു എന്നതാണ്. ആഗോളതലത്തിലെ ഇന്ത്യയുടെ സ്വാധീനം, ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഇന്ത്യ ഈ പദ്ധതിയിലൂടെ വലിയൊരു കുതിച്ചുചാട്ടമാണ് നടത്തുന്നത്. പ്രത്യേകിച്ച് SDG 1 ദരിദ്ര നിർമ്മാർജ്ജനം, അതുപോലെ SDG 5 ലിംഗസമത്വം എന്നിവയിൽ ഐക്യരാഷ്ട്രസഭയുടെയും ILOയുടെയും റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിലെ പഴയ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമീണ സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ 40% വർധനവ് ഉണ്ടാക്കിയിട്ടുണ്ട്. പുതിയ 125 ദിവസത്തെ ജോലി ഉറപ്പാക്കുന്നതിലൂടെ ഈ ശതമാനം ഇനിയും ഉയരുമെന്നാണ് UN പ്രതീക്ഷിക്കുന്നത്. വികസന രാജ്യങ്ങൾക്ക് അഥവാ ഗ്ലോബൽ സൗത്തിന് ഇന്ത്യയുടെ ഈ സോഷ്യൽ സെക്യൂരിറ്റി മോഡൽ ഒരു വലിയ പാഠപുസ്തകമാണെന്ന് UN സെക്രട്ടറി ജനറൽ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. ദാരിദ്ര്യത്തിൽ നിന്ന് ദശലക്ഷക്കണക്കിന് ആളുകളെ മോചിപ്പിക്കാൻ ഇന്ത്യ കൈക്കൊള്ളുന്ന ഈ ഡിജിറ്റൽ സാമ്പത്തിക വിപ്ലവത്തെ ലോകം ഇന്ന് ഉറ്റുനോക്കുകയാണ്. ഈ പുതിയ പദ്ധതി കൂടുതൽ മികച്ചതാക്കാൻ എന്റെ ഗവേഷണങ്ങൾ പ്രകാരം ചില കാര്യങ്ങൾ കൂടി സർക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത് നൈപുണ്യ വികസനമാണ്. തൊഴിലാളികൾക്ക് കുറഞ്ഞത് 15 ദിവസത്തെ നൈപുണ്യ വികസനം നൽകുന്നത് അവരെ സ്വയം പര്യാപ്തരാക്കാൻ സഹായിക്കും. ക്ലൈമറ്റ് ഇൻഷുറൻസ് ആണ് രണ്ടാമത്തേത്. പ്രകൃതിക്ഷോഭം മൂലം ജോലി നഷ്ടപ്പെട്ടാൽ തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കുന്ന ഒരു ഇൻഷുറൻസ് പരിരക്ഷ ഇതിന്റെ ഭാഗമാക്കണം. ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്ക് ആണ് മറ്റൊരു കാര്യം. സാങ്കേതികവിദ്യ ആർക്കും ഒരു തടസ്സമാകരുത്. തൊഴിലാളികളെ സഹായിക്കാൻ ഗ്രാമങ്ങളിൽ ഡിജിറ്റൽ സേവന കേന്ദ്രങ്ങൾ അത്യാവശ്യമാണ്. അടുത്തത് ബ്ലോക്ക് ചെയിൻ വിദ്യയാണ്. വേതനം നൽകുന്നതിലെ കാലതാമസം ഒഴിവാക്കാൻ ബ്ലോക്ക് ചെയിൻ പോലുള്ള സുതാര്യമായ സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കണം. ഈ പദ്ധതിയിലൂടെ ഇന്ത്യ നൽകുന്ന സന്ദേശം വളരെ ലളിതമാണ്. വികസനം എന്നത് നഗരങ്ങളിൽ മാത്രം ഉണ്ടാകേണ്ടതല്ല. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യക്ക് ലഭിക്കുന്ന വലിയൊരു ബഹുമാനം കൂടിയാണിത്. ഇവിടെ എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. നമ്മളുടെ ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവരുടെ ജീവിതം മാറ്റാൻ ഈ പുതിയ 125 ദിവസത്തെ തൊഴിലുറപ്പ് പദ്ധതിക്ക് സാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതോ ഇതിൽ മാറ്റം വരുത്തേണ്ട കൂടുതൽ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ പക്കലുണ്ടോ? ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായിട്ട് ഞാൻ വീണ്ടും എത്തും എന്ന ശുഭപ്രതീക്ഷയോടെ. നന്ദി, നമസ്കാരം.